അസ്സലാമലൈക്കും. ഫാദാണ് ഹറസത്തിൽ. എനിക്കുണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് മക്കയിൽ നിന്നും മദീനയിലോട്ട് പോകുന്ന വഴി ഒരു 30-35 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു മരുഭൂമിക്കകത്തുള്ളൊരു ഫാം വിസിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. കാവലായിട്ടൊരു നായക്കുട്ടിയൊക്കെ ഉണ്ട്. അത്രയും വിശാലമായൊരു ഫാം, കണ്ണെത്താ ദൂരത്തോളം പരന്നെടുക്കുന്ന മരുഭൂമിയുടെ ഒത്ത നടുക്കായിട്ടൊരു ആട് ഫാം. ഏകദേശം 5000-ൻ്റെ മുകളിൽ ഫാമിൻ്റെ അകത്ത് ആട് കുഞ്ഞുങ്ങളും ആടുമായിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നൊരു പ്രൊജക്റ്റാണ് ആട് ഫാമും മീനിൻ്റെ ഫാമും പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ട് മദീനത്തു നിന്നും ഒരു 450 കിലോമീറ്റർ അകലെയായിട്ട് ഒരു പുതിയ ഫാം നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഇതിലുള്ള ബിസിനസ് സ്കോപ്പുകളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വിസിറ്റിങ്ങിനായിട്ട് പോയത്. ആടുകളുടെ ചികിത്സാ രീതി, ആടുകളുടെ പരിചരണ രീതി എല്ലാത്തിനും നേരിട്ട് മനസ്സിലാക്കാനും അതിലോട്ട് ആഴത്തിൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കാനുമായിട്ടാണ് ഞാൻ വലിയ വലിയ ഫാമുകൾ സന്ദർശനത്തിനായിട്ട് ഇറങ്ങിയത്. കൂടെ എൻ്റെ ബോസും ഉണ്ടായി. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരണം പഠിച്ചു, വിശകലനം ചെയ്തു. സോമാലിയൻ, പാകിസ്ഥാൻ അവിടെ നിന്നൊക്കെ വരുന്ന ആടുകളാണിത്. സൗദി ആടുകളുണ്ട് അതിൽ. അതിൽ നിന്നൊരു 25 ആടിനെ വാങ്ങുകയും ചെയ്തു. അന്നേരം വഴികാട്ടിയായിട്ട് വന്ന സുഡാനി എന്നെ ഒരു സുഡാൻ സ്റ്റൈലിലോട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഡ്രസ്സിങ് രീതിയിൽ ആഫ്രിക്കൻ സ്റ്റൈലിനെ അവലംബം ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രരീതി. ബോസ് പിന്നെ ചൈനയിലുള്ള കണ്ടെയ്നറിൻ്റെ ടെൻഷനിലൊക്കെ ആയിട്ടാണ്. ഞാൻ നല്ല രീതിക്ക് ആസ്വദിക്കുന്നുണ്ടായി. മനസ്സ് നല്ല ശാന്തമായിരുന്നു. ഇങ്ങനെയും പല ജീവിതങ്ങളുണ്ട് സൗദി അറേബ്യയിൽ.